ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്ന മാമ്പഴം കൊണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് മാങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെന്തൊക്കെ വേണമെന്ന് നമുക്ക് ഇങ്ങനെ നോക്കാം. മാങ്ങ കഴുകി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, മുളക് പൊടി, വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, ഉലുവ, വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്. നമുക്ക് മാങ്ങ വേകാനായിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. ആവശ്യത്തിന് കരിവേപ്പില. മാങ്ങ നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. മാങ്ങ അടുപ്പിൽ വെച്ച് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ആവശ്യത്തിന് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്തൊന്ന് വഴറ്റി വേണം നമുക്ക് അതിനകത്ത് ചേർക്കാനായിട്ട്. 1 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇഞ്ചി ഒന്ന് വഴറ്റി വേണം അതിനകത്ത്, അല്ലെങ്കിൽ പച്ച കഴിക്കും. അതുകൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നല്ലതായിട്ട് വഴറ്റി നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഞാനൊരു 10 കഷ്ണം ഉലുവായും കൂടി ഇതിനകത്തിട്ട് ഒന്ന് ചൂടാക്കി അതിനകത്തിടാം. മാങ്ങ തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ച ചോയ അങ്ങ് മാറിയിട്ടുണ്ട്. നമുക്കത് ഈ മാങ്ങയ്ക്കകത്തോട്ട് അത് ഇട്ട് കൊടുക്കണം. മാങ്ങയ്ക്കകത്തോട്ട് ഇത് വഴറ്റിയത് അങ്ങ് ഇടുവാണ്. വെളുത്തുള്ളിയും ഇഞ്ചി വഴറ്റിയത് മാങ്ങയ്ക്കകത്ത് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് നല്ലതായിട്ട് അത് വെന്ത് ഇതെല്ലാം കൂടെ പിടിക്കും. അപ്പൊ അടച്ചു വെച്ച് കൊടുക്കാം. ഞാൻ മാങ്ങ ഇച്ചിരി വലുത കൂടിപ്പോയെ അത് ഞാനൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയായിരുന്നു. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങ എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഇച്ചിരി ഇതുണ്ട്. ഒന്നുകൂടെ ഒന്ന് പറ്റിക്കോട്ടെ. ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. അടുത്തായിട്ട് നമുക്ക് കടുക് വറക്കാം. അതിന് 3 സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്. ചുവന്നുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ടു. മാങ്ങ നല്ലതായിട്ട് വെന്ത് വെള്ളവും പറ്റി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. തീ ഓഫ് ചെയ്തു. മാങ്ങ വെന്തു. ഇനി നമുക്ക് കടുക് വറുത്തതിനകത്ത് ഒഴിക്കാം. ഉള്ളി നല്ലപോലെ ചുമന്ന് വരുന്നുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം.
അല്ലെ മുളക് പൊടി ഇടുമ്പോ നമുക്ക് ചുമയ്ക്കും. മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് എരിയുള്ള മുളക് പൊടിയുണ്ട്, എരിയില്ലാത്ത മുളക് പൊടി ഉണ്ട്, രണ്ടും കൂടെ ഇട്ട് കൊടുക്കും. തീ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാങ്ങയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കണം. റോസ്റ്റ്, മാങ്ങ റോസ്റ്റ് നല്ലപോലെ ഇളക്കി മുളക് എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ. നമ്മുടെ മാമ്പഴം റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ട്.